ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന CAS-20 ആണ്. എന്താ CAS-20? റോയൽറ്റി ആൻഡ് ഏതാണ് ടെക്നിക്കൽ നോ ഹൗ ഫീ. അപ്പോൾ നമുക്ക് ആദ്യം ഏത് CAS പഠിക്കുകയാണെങ്കിലും എന്താണ് റോയൽറ്റി എന്നും എന്താണ് ടെക്നിക്കൽ നോ ഹൗ എന്നും പഠിക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? നോട്ട് എഴുതിക്കോളൂ കേട്ടോ. റോയൽറ്റി അതൊന്നും ഇതിൽ പറയുന്നില്ല. എന്താ റോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു ഒബ്റ്റെയിൻ എനിത്തിങ്. റോയൽറ്റി എന്താണെന്നല്ല മീൻ ചെയ്യുന്നത്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് നടത്താണ് റോയൽറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറാക്കിൾ USA. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്കറിയാം ഈ ഒറാക്കിൾ USA കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്യാനും മറ്റ് സപ്പോർട്ടിനൊക്കെ അവരിൽ നിന്ന് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് മേടിച്ചിട്ട് ഇവിടുത്തെ അത് ഡീൽ ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യും? പല കമ്പനികളും അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യൻ കമ്പനി ഒറാക്കിൾ US കൊടുക്കുന്ന ഒരു എമൗണ്ട്, അതിന് നമുക്ക് എന്തെന്ന് പറയാം? റോയൽറ്റി എന്ന് പറയാം. ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോൾ സാധാരണ ബുക്കൊക്കെ എഴുതുന്ന ആളുകൾക്ക് HNC ബുക്ക് അല്ലേ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, കാലിക്കറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് ബുക്ക് എഴുതുന്ന ഓതേഴ്സായ വിനോദ് സാറിനും അസീസ് കോരോത്ത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റോയൽറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റോയൽറ്റി ഒക്കെ എന്താണ്? ഒരു എക്സ്പെൻസാണ്. റോയൽറ്റി ഒരു ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഓക്കെ അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസിലൊരു എക്സ്പെൻസാണ് എന്ത്? റോയൽറ്റി. നമുക്കറിയാം. അപ്പോൾ ഈ റോയൽറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക്കലി പറയുന്നതാണ് ഇത് ഈ CAS-20. ഇനി നമുക്ക് അടുത്ത ടേം മനസ്സിലാക്കേണ്ടത് ഏതാണ്? ടെക്നിക്കൽ നോ ഹൗവും കൂടെ മനസ്സിലാക്കാം. ടെക്നിക്കൽ നോ ഹൗ, വാട്ട് ഈസ് ഇറ്റ്? ടെക്നിക്കൽ നോ ഹൗ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഐ നീഡ് സം ഇൻഫർമേഷൻ about how to use it which. ഇപ്പം ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഒറാക്കിൾ തന്നെ എടുക്കാം എക്സാമ്പിൾ. ഈ ഒറാക്കിൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു നോളജ് കിട്ടണ്ടേ? ഓക്കെ അല്ലേ? അതാ പറഞ്ഞ് ഐ നീഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ടു യൂസ് ഇറ്റ്. ഒറാക്കിൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്ത എനിക്ക് വേണ്ടത് വിച്ച് കൈൻഡ് ഓഫ് സിസ്റ്റം, ഏത് തരത്തിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ്ഡ്. അടുത്ത ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് കെയർ റിക്വയർഡ്, ഞാൻ എങ്ങനെ ഇതിനെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഹൗ ടു യൂസ് ഇറ്റ്. അടുത്തൊരു ചോദ്യമാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണം. ആൻഡ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫീസ് പെയ്ഡ് ഈസ് നോൺ ആസ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നതിന് ഞാൻ അടക്കുന്ന ഫീസ് നോൺ ആസ്, അതിനെന്ത് പറയാം? ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് എന്ത്? ടെക്നിക്കൽ നോ ഹൗ ഫീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിൻ്റ് കൂടെ മനസ്സിലാക്കേണ്ടത്, റോയൽറ്റി നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് രണ്ട് തരത്തിലാവും. ഒന്ന് ലംസമാണ്. ഓക്കെ അല്ലേ? മറ്റൊന്ന് ലിങ്ക് യുവർ റോയൽറ്റി വിത്ത് പ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ സെയിൽസുമായിട്ട്. നമ്മൾ സാധാരണ പറയുന്നു ഒരു ബുക്ക് വിറ്റാൽ ഓതർക്ക് 10 രൂപ കൊടുക്കും. ഓക്കെ അല്ലേ? ബാല്യകാലസഖി വിറ്റാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫാമിലിക്ക് ഒരെണ്ണം വിറ്റാൽ 10 രൂപ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഈ ലംസം അല്ല, ഇതാണ്. എന്നാൽ ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിളാണ്. 10 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കും. ഫോർ എത്ര വർഷത്തേക്കാണ്? 10 years. ഫോർ 10 years. ഓക്കെ അല്ലേ? ഇനി ആ 10 വർഷത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണ്ട? റോയൽറ്റി ഒന്നും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു IBS എൻ്റെ ബുക്സ് കമ്പനിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സിൻ്റെ ഒരു ഓതറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ബുക്ക് മേടിച്ച് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. ആൾക്ക് ഞാൻ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 10 വർഷത്തിന് ഇനി 1 രൂപ ചോദിക്കരുത്, ഞാൻ ഒന്നും തരില്ല. അങ്ങനെ ഒരു ലോങ് പീരീഡിലേക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കുന്ന ലംസം എന്ന് പറയുന്നത് അല്ല. ഞാൻ അയാളുടെ അടുത്ത് മറ്റൊരു ഓപ്ഷൻ വെച്ചത് എന്താണ്?
നിങ്ങൾക്ക് ബുക്ക് വിൽക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്ത് തരാം, പൈസ തരാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ലിങ്ക് ടു റോയൽറ്റിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇതിൻ്റെ ത്രൂ ഒന്നുകൂടെ പോയേക്കാം അല്ലേ. ഇതിലിപ്പോൾ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഇത് ഡീൽസ് വിത്ത് പ്രിൻസിപ്പൽ മെത്തഡ് ഓഫ് ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നോഹോ. അപ്പോൾ റോയൽറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കണക്കാക്കാം എന്നതിനെ അസിസ്റ്റ് ചെയ്യുന്ന CS ആണ് CS20. ഓക്കെ.